नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 60, പേജ് നമ്പർ 592. 16,108 ഭാര്യമാരിലും കൃഷ്ണനു 10 പുത്രന്മാർ വീതം ജനിച്ചു. ആദ്യത്തെ 8 ഭാര്യമാരിലുണ്ടായ കുട്ടികളുടെ പട്ടിക ഇവിടെ കൊടുക്കുന്നു. പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സുദേഷ്ണൻ, ചാരുദേഹൻ, സുചാരു, ചാരുഗുപ്തൻ, ഭദ്രചാരു, ചാരുചന്ദ്രൻ, വിചാരു, ചാരു എന്നിവരാണു രുക്മിണിയിൽ പിറന്ന 10 പുത്രന്മാർ. ഗുണവിശേഷങ്ങളിൽ അവരാരും തങ്ങളുടെ ദിവ്യപിതാവായ ഭഗവാൻ കൃഷ്ണനേക്കാൾ ഒട്ടും താഴെയായിരുന്നില്ല. സത്യഭാമയ്ക്കുണ്ടായിരുന്ന 10 മക്കൾ. അവരുടെ പേരുകൾ ഭാനു, സുഭാനു, സ്വർഭാനു, പ്രഭാനു, ഭാനുമാൻ, ചന്ദ്രഭാനു, ബൃഹദ്ഭാനു, അതിഭാനു, ശ്രീഭാനു, പ്രതിഭാനു. ജാമ്പവതിയുടെ പുത്രന്മാർ ഇവരൊക്കെയാണ്: സാംബൻ, സുമിത്രൻ, പുരുജിത്, സതജിത്, സഹസ്രജിത്, വിജയൻ, ചിത്രകേതു, വസുമാൻ, ദ്രാവിഡൻ, ക്രതു. ജാമ്പവതിയുടെ മക്കളോടു ഭഗവാനു സവിശേഷ വാത്സല്യമുണ്ടായിരുന്നു. രാജ നഗ്നജിത്തിന്റെ പുത്രിയായ സത്യയാണ് അടുത്ത റാണി. അവളിൽ കൃഷ്ണനു ജനിച്ച പുത്രന്മാരുടെ പേര് ഇപ്രകാരമാകുന്നു: വീരൻ, ചന്ദ്രൻ, അശ്വസേനൻ, ചിത്രകി, വേഗവാൻ, വൃഷൻ, ആമൻ, ശങ്ക, വസു, കുന്തി. ഇവരിൽ കുന്തി അതിശക്തനായിരുന്നു. കാളിന്ദിയിൽ കൃഷ്ണനു ജനിച്ച പുത്രന്മാർ ഇവരൊക്കെയാണ്: ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, സുബാഹു, ഭദ്രൻ, ശാന്തി, ദർശൻ, പൂർണ്ണമാസവൻ, ഏറ്റവും ഇളയവൻ സോമകൻ. ദാക്ഷിണാത്യനായ രാജാവിൻ്റെ പുത്രിയായ ലക്ഷ്മണയുടെ പുത്രന്മാർ ഇനി പറയുന്നവരാണ്: പ്രഘോഷൻ, ഗാത്രവാൻ, സിംഹൻ, ബലന്ദ, പ്രബലൻ, ഊർധ്വകൻ, മഹാശക്തി, സഹൻ, ഓജൻ, അപരാജിതൻ. അതുപോലെ തന്നെ അടുത്ത റാണിയായ മിത്രവിന്ദയ്ക്കുമുണ്ട് 10 പുത്രന്മാർ: വൃകൻ, ഹർഷൻ, അനിലൻ, ഗൃധ്രൻ, വർദ്ധനൻ, അന്നാദൻ, മഹാംസൻ, പാവനൻ,
വഹ്നി, ക്ഷുതി എന്നിങ്ങനെയാണ് അവരുടെ പേര്. സംഗ്രാമജിത്ത്, ബൃഹത്സേനൻ, ശുരൻ, പ്രഹരണൻ, അരിജിത്ത്, ജയൻ, സുഭദ്രൻ, വാമൻ, ആയു, സത്യകൻ എന്നിവരാണ് ഭദ്രയുടെ പുത്രന്മാർ. ഈ 8 മുഖ്യ റാണിമാർക്കു പുറമെ കൃഷ്ണനു 16,100 ഭാര്യമാരും അവർക്കൊക്കെ 10 പുത്രന്മാരും ഉണ്ടായിരുന്നു. രുക്മിണിയുടെ മൂത്ത പുത്രനായ പ്രദ്യുമ്നൻ ജനിച്ചപ്പോൾ തന്നെ മായാവതിയെ വിവാഹം കഴിച്ചു. പിൽക്കാലത്തു അദ്ദേഹം മാതുലനായ രുക്മിയുടെ മകൾ രുക്മവതിയെ വിവാഹം ചെയ്തു. പ്രദ്യുമ്നനു അനിരുദ്ധൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. ഇങ്ങനെ കൃഷ്ണന്റെ കുടുംബം, കൃഷ്ണൻ, ഭാര്യമാർ, അവരുടെ മക്കൾ, പേരക്കുട്ടികൾ, അവരുടെ സന്തതികൾ എല്ലാം ചേർന്നു 100 കോടി അംഗങ്ങളുള്ളതായിരുന്നു. കൃഷ്ണന്റെ പത്നിയായ രുക്മിണിയുടെ ജ്യേഷ്ഠ സഹോദരൻ രുക്മി കൃഷ്ണനുമായുള്ള പോരിൽ കഠിനമായി പീഡിതനും അപമാനിതനുമായി. പക്ഷേ രുക്മിണിയുടെ അപേക്ഷ പ്രകാരം അയാളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം രുക്മിക്കു കൃഷ്ണനോട് വലിയ വിദ്വേഷമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തോടു ശത്രുത പാലിച്ചിരുന്നു. എന്നിരുന്നാലും അയാളുടെ മകളെ കൃഷ്ണന്റെ മകനെക്കൊണ്ടാണു വിവാഹം കഴിപ്പിച്ചത്. അതുപോലെ അയാളുടെ പേരക്കുട്ടിയെ കൃഷ്ണന്റെ പേരക്കുട്ടിയായ അനിരുദ്ധനെക്കൊണ്ടു വേൾപ്പിച്ചു. ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് ഇക്കഥ കേട്ടപ്പോൾ ഇതു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടു പരീക്ഷിത്തു മഹാരാജാവിനു തോന്നി. പരസ്പരം കടുത്ത ശത്രുക്കളായിരുന്ന കൃഷ്ണനും രുക്മിക്കും തങ്ങളുടെ പിന്മുറക്കാർ തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ വീണ്ടും യോജിക്കാൻ കഴിഞ്ഞു എന്നതു അല്പം അത്ഭുതകരമായി തോന്നുന്നു. ഈ സംഭവത്തിലെ അത്ഭുതത്തെക്കുറിച്ചു പരീക്ഷിത്ത് രാജാവ് ജിജ്ഞാസുവായി. അതിനാൽ അദ്ദേഹം ശുകദേവ ഗോസ്വാമിയോടു കൂടുതൽ അന്വേഷണം നടത്തി. ശുകദേവ ഗോസ്വാമി ഒരു പ്രായോഗിക യോഗിയായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുടെ പ്രഭാവത്തിൽ നിന്നു ഒന്നും മറയ്ക്കപ്പെടാനാകുമായിരുന്നില്ല. ശുകദേവ ഗോസ്വാമിയെപ്പോലുള്ള ഒരു സമ്പൂർണ്ണ യോഗിക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാ വിശദാംശങ്ങളോടുകൂടി ദർശിക്കാൻ കഴിയും. അതിനാൽ ഇത്തരം യോഗികളിൽ നിന്ന് ഒന്നും മറച്ചുവയ്ക്കാനാവില്ല. പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് ചോദിച്ച ചോദ്യത്തിനു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. കൃഷ്ണനു രുക്മിണിയിൽ ജനിച്ച മൂത്ത പുത്രനായ പ്രദ്യുമ്നൻ കാമദേവൻ തന്നെയായിരുന്നു. അദ്ദേഹം അതീവ സുന്ദരനും ആകർഷണീയനുമായിരുന്നു. അതിനാൽ രുക്മിയുടെ പുത്രിയായ രുക്മവതിക്കു അവളുടെ സ്വയംവരവേളയിൽ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ പ്രദ്യുമ്നനല്ലാതെ മറ്റാരുമുണ്ടായിരുന്നില്ല. അതിനാൽ ആ സ്വയംവരത്തിൽ അവൾ മറ്റു രാജകുമാരന്മാരുടെ സാന്നിധ്യത്തിൽ പ്രദ്യുമ്നനു മാലയിട്ടു. ഉടനെ രാജകുമാരന്മാർ തമ്മിൽ യുദ്ധമായി. ഒടുവിൽ പ്രദ്യുമ്നൻ ജയിച്ചു. അതിനാൽ തൻ്റെ മകളെ അദ്ദേഹത്തിനു നൽകാൻ രുക്മി നിർബന്ധിതനായി. തൻ്റെ സഹോദരിയായ രുക്മിണിയെ കൃഷ്ണൻ തട്ടിക്കൊണ്ടു പോയതിനാൽ താൻ അപമാനിതനായ ഫലമായി വളരെ പണ്ടേയുള്ള ഒരു ശത്രുത രുക്മിയുടെ ഹൃദയത്തിൽ സദാ ജ്വലിച്ചിരുന്നിട്ടും തൻ്റെ പുത്രി പ്രദ്യുമ്നനെ ഭർത്താവായി തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ സഹോദരിയായ രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ആ വിവാഹത്തിനു സമ്മതം മൂളിയതാണ്. അങ്ങനെ പ്രദ്യുമ്നൻ രുക്മിയുടെ മരുമകനായി. മുകളിൽ പറഞ്ഞ 10 പുത്രന്മാർക്കു പുറമെ വിടർന്ന കണ്ണുകളുള്ള ഒരു പുത്രിയും രുക്മിണിക്കുണ്ടായിരുന്നു. അവളെ കൃതവർമാവിൻ്റെ പുത്രനായ
ബലിയെ കൊണ്ടും വിവാഹം കഴിപ്പിച്ചു. ഹരേ കൃഷ്ണ.